2023 സുസ്ലോൺ എനർജി, ഇനോക്സ് വിൻഡ് എനർജി, KPI ഗ്രീൻ എനർജി തുടങ്ങിയ കമ്പനികളെ മൾട്ടിബാഗറുകളാക്കി മാറ്റിയ ഹരിത ഊർജ്ജ തരംഗത്തിൽ വാരി എനർജീസും സമാനമായ ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണോ? അടുത്ത ഗ്രീൻ എനർജി മൾട്ടിബാഗർ ആകുമോ വാരി എനർജീസ് എന്ന ചോദ്യം നിക്ഷേപകരുടെ മനസ്സിലുണ്ട്. 1990 ഡിസംബറിൽ സ്ഥാപിതമായ വാരി എനർജീസ് ലിമിറ്റഡ് സോളാർ PV മൊഡ്യൂളുകളുടെ ഇന്ത്യയിലെ മുൻനിര നിർമ്മാതാക്കളിൽ ഒന്നാണ്. 15 GW മൊത്തം സ്ഥാപിത ശേഷിയുള്ള കമ്പനിക്ക് ഇന്ത്യയിൽ 5 നിർമ്മാണ കേന്ദ്രങ്ങളും ആഗോള സാന്നിധ്യവുമുണ്ട്. പ്രധാന വിവരങ്ങൾ. വിപണിയിലെ സ്ഥാനം. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 14.1% വിപണി വിഹിതമുള്ള വാരി എനർജീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ മൊഡ്യൂൾ നിർമ്മാതാവാണ്. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും. സോളാർ മൊഡ്യൂളുകൾ മാത്രമല്ല, സോളാർ സെല്ലുകൾ, ഗ്രിഡ് ഇൻവെർട്ടറുകൾ, സോളാർ ഉൽപ്പന്നങ്ങൾ എന്നിവയും നിർമ്മിക്കുകയും സോളാർ ഫാമുകൾ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സംയോജിപ്പിച്ച സൗരോർജ്ജ കമ്പനിയായി വാരി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സോളാർ ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ ആകാനുള്ള പാതയിലാണ് കമ്പനി. സമീപകാല ഓഹരി പ്രകടനം. 2025 ജൂൺ 20 വരെ തുടർച്ചയായ 3 ദിവസത്തെ ഇടിവിന് ശേഷം 2025 ജൂൺ 20 വാരി എനർജീസ് 3.54% നേട്ടത്തോടെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. വിശാലമായ വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാരി എനർജീസ് അതിന്റെ മേഖലയെ 3.14% മറികടന്നു. 50 ദിവസത്തെ, 100 ദിവസത്തെ, 200 ദിവസത്തെ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം നടക്കുന്നത്. ഇത് ദീർഘകാലത്തേക്ക് ഒരു ബുള്ളിഷ് സൂചന നൽകുന്നു. വിശാലമായ വിപണി സാഹചര്യത്തിൽ സെൻസെക്സ് 0.34% വർധനവ് രേഖപ്പെടുത്തി. ഓഹരി വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ. പോസിറ്റീവ് സ്ഥാനം. US അനുബന്ധ സ്ഥാപനമായ വാരി സോളാർ അമേരിക്കാസ് 586 മെഗാവാട്ട് സോളാർ മൊഡ്യൂളുകൾക്കായി $176 മില്യൺ ഓർഡർ നേടിയതിനെ തുടർന്ന് ഓഹരിയിൽ 7% വർധനവ് അനുഭവപ്പെട്ടു. US-ലെ പ്രമുഖ സ്വതന്ത്ര വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നുള്ള 599 മെഗാവാട്ട് ഓർഡറും ശ്രദ്ധേയമാണ്. നെഗറ്റീവ് സ്ഥാനം. ക്ലീൻ എനർജി സബ്സിഡികൾ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള പുതിയ US നികുതി ബില്ലിനെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഓഹരിയിൽ 11% വരെ ഇടിവ് നേരിട്ടു. മൊത്തത്തിലുള്ള പ്രവണത. ഈ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ശക്തമായ 4ാം പാദ പ്രകടനവും ശേഷി വിപുലീകരണ പദ്ധതികളും കാരണം ഓഹരി വിലയിൽ മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് പ്രവണതയുണ്ട്. സാമ്പത്തിക പ്രകടനം. കമ്പനിയുടെ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 254% വർദ്ധിച്ച് 648 കോടിയിലെത്തി. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 37% വർദ്ധിച്ച് 4140 കോടിയിലെത്തി. ഉൽപാദന അളവിലെ വർധനവും മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയും ഈ ഫലങ്ങൾക്ക് കാരണമായി. ഓഹരി വില ഉയരാനുള്ള സമീപകാല കാരണങ്ങൾ. FTSE സൂചികകളിലെ പുനർനിർമ്മാണം. ലണ്ടൻ ആസ്ഥാനമായുള്ള ഫിനാൻഷ്യൽ ടൈംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികകളിലെ പുനർനിർമ്മാണം വാരി എനർജീസ് ഉൾപ്പെടെയുള്ള ചില ഓഹരികളിൽ $49 മില്യൺ നിക്ഷേപം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. US നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ നിന്നുള്ള സ്വാധീനം കമ്പനിക്ക് വലിയ തോതിൽ ഒറ്റപ്പെട്ടതാണ് എന്ന് വാരി എനർജീസ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ. US-ലെ ശേഷി ഇരട്ടിയാക്കാനും കമ്പനി പദ്ധതിയിടുന്നു. ശേഷി വിപുലീകരണം. വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി 2025 അവസാനത്തോടെ ടെക്സിലെ ബ്രൂക്ക്ഷയറിലെ നിർമ്മാണ കേന്ദ്രത്തിലെ ശേഷി ഇരട്ടിയാക്കി 3.2 ജിഗാവാട്ടായി ഉയർത്താൻ വാരി പദ്ധതിയിടുന്നു. ഇൻഡോസോളാർ ലിമിറ്റഡിന്റെ ലിസ്റ്റിംഗ്. വാരി എനർജീസിന് 96.15% ഓഹരികളുള്ള ഇൻഡോസോളാർ ലിമിറ്റഡ് ഈ വാരി ഇൻഡോ എന്ന പുതിയ സ്ക്രിപ്റ്റ് നാമത്തിൽ വീണ്ടും ലിസ്റ്റ് ചെയ്തും ശ്രദ്ധേയമാണ്. കൺക്ലൂഷൻ. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സൗരോർജ്ജ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനായാണ് വാരി എനർജീസിനെ നിക്ഷേപകർ കാണുന്നത്. ശക്തമായ സാമ്പത്തിക പ്രകടനം, ശേഷി വിപുലീകരണ പദ്ധതികൾ, അന്താരാഷ്ട്ര ഓർഡറുകൾ, ഹരിത ഊർജ്ജ മേഖലയിലെ അനുകൂലമായ കാറ്റ് എന്നിവയെല്ലാം വാരി എനർജീസിന്റെ ഭാവി സാധ്യതകൾക്ക് പിന്തുണ നൽകുന്നു. സമീപകാലത്തെ ഓഹരി വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും മൊത്തത്തിലുള്ള നിക്ഷേപക വികാരം ബുള്ളിഷ് ആണ്. ഇത് അടുത്ത ഗ്രീൻ എനർജി മൾട്ടിബാഗർ എന്ന നിലയിൽ വാരി എനർജീസിന്റെ സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം നൽകുന്നു. എന്നിരുന്നാലും ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് വിശദമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. Thank you.